2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 3 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 3 തുടങ്ങി 6 വരെയുള്ള വേദവാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ടെ. മതി. ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്നുള്ള ചിന്തകൾക്ക് ആധാരമായി നമുക്ക് കൈമാറിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ തൻ്റെ അധികാരത്തെ പറ്റിയൊക്കെയും എതിരാളികളുടെ പ്രതിവാദത്തെ അത് അമർച്ച ചെയ്യാൻ വേണ്ടി സ്തോത്രം പരിശുദ്ധാത്മാവിൽ താൻ എഴുതിയ സ്തോത്രം ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. സ്തോത്രം. അതിൽ സ്തോത്രം ഇദ്ദേഹത്തെ പറ്റിയുള്ളൊരു ആക്ഷേപം എതിരാളികൾ പറയുന്നത് ഇങ്ങനെയാണ്: അവർ ജഡപ്രകാരം നടക്കുന്നവരാണ്. സ്തോത്രം. ജഡപ്രകാരം പോരാടുന്നവരാണ്. അപ്പോൾ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് 3-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം എന്ത് ചെയ്യുന്നില്ല? പോരാടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം അവൻ ജഡപ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല? പോരാടാനായിട്ട് പാടില്ല. സ്തോത്രം. അപ്പോൾ പൗലോസ് അത് പറഞ്ഞിട്ട് സ്തോത്രം അടുത്ത 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, എങ്കിലും സ്തോത്രം കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. സ്തോത്രം. അപ്പോൾ വളരെ വ്യക്തമായി വളരെ കൃത്യമായി സ്തോത്രം പരിശുദ്ധാത്മാവിൽ ഈ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ സ്തോത്രം എന്ന് പറയുമ്പോൾ സ്തോത്രം ദൈവമക്കൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു ദൈവമകനായി മാറുമ്പോൾ അല്ലെങ്കിൽ രക്ഷാവാചകം ഏറ്റുപറഞ്ഞ് സ്തോത്രം ക്രിസ്തുവിങ്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്തോത്രം നമുക്ക് ലഭിക്കുന്ന ഒരുപാട് പദവികളുണ്ട്. സ്തോത്രം. നമ്മൾ ദൈവമക്കളായിട്ട് മാറുകയാണ്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായി മാറുകയാണ്. സ്തോത്രം. രക്തത്താൽ സമ്പാദിക്കപ്പെട്ടവരായി മാറുകയാണ്, സഭയായിട്ട് മാറുകയാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള പേരുകൾ നമുക്കുള്ളപ്പോൾ തന്നെ സ്തോത്രം ഒരു വിശ്വാസി സ്തോത്രം മറ്റൊരു തലത്തിൽ സ്തോത്രം അവനൊരു പോരാളി കൂടെ എന്ത് ചെയ്യാണ്? ആയി മാറുകയാണ്. സ്തോത്രം. അവനൊരു യുദ്ധക്കളത്തിലേക്ക് എന്ത് ചെയ്യാണ്? വന്നെത്തി നിൽക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം യുദ്ധക്കളത്തിലേക്ക് എത്തി നിൽക്കുന്ന പടയാളിക്ക് സ്തോത്രം തന്നെ സംരക്ഷിക്കുവാനും യുദ്ധം ചെയ്യുവാനുമായിട്ട് സ്തോത്രം ആയുധങ്ങളില്ലെങ്കിൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും? പരാജയപ്പെട്ടു പോകും. എന്നെ കേൾക്കുന്ന പ്രിയരെ സ്തോത്രം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട നാള് തുടങ്ങി ഇന്നയോളം ഒരു പോർക്കളത്തിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്, ഒരു പോരാട്ടത്തിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല എന്ന് പറയുമ്പോൾ സ്തോത്രം നമുക്ക് പോരാടാനായിട്ടുള്ള ചില ആയുധങ്ങളുണ്ട്. അത് പക്ഷെ ജഡീകങ്ങളല്ല. സ്തോത്രം. ജഡീകങ്ങളല്ല. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളെ പറ്റി എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വിസ്താരമായി സവിസ്തരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആ വേദഭാഗത്തും കൂടെ ഒന്ന് കടന്നു വരാം. സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 11 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ഒന്ന് വായിച്ചാട്ടെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. സ്തോത്രം. നമ്മുടെ അയൽപ്പക്കക്കാരോടോ നമ്മുടെ ബന്ധുമിത്രാദികളോടോ റോഡിൽ കാണുന്ന ഒരു മനുഷ്യരോടും അല്ല നമുക്ക് പോരാട്ടമുള്ളത്. നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. എന്നിട്ട് അപ്പൊ നമുക്ക് ഏതിനോടൊക്കെയാ പോരാട്ടമുള്ളതെന്ന് ആ 12-ാമത്തെ വാക്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ അവിടെ നിൽക്കുന്നില്ല, മുന്നോട്ട് പോകുക. സ്തോത്രം. അതുകൊണ്ട് അടുത്ത വാക്യം വായിച്ചോട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവായുധ വർഗം എന്ത് ചെയ്യണം? എടുക്കണം. എന്നിട്ട് അതെന്തൊക്കെയാണെന്നുള്ളതാണ് താഴോട്ട് പറഞ്ഞു വരുന്നത്. വേഗത്തിൽ വായിച്ചാട്ടെ.
അരയ്ക്ക് സത്യം എന്ത് ചെയ്യണം? കെട്ടണം. അടുത്തത്, നീതി എന്ന കവചം എന്ത് ചെയ്യണം? ധരിക്കണം. ആ ആ ആ ആ ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. സ്തോത്രം. 5 കാര്യങ്ങൾ നമ്മുടെ സ്വയം രക്ഷയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ധരിക്കണം. സ്തോത്രം. അത് സത്യം, നീതി, സുവിശേഷം, വിശ്വാസം, രക്ഷ എന്ന് തുടങ്ങുന്ന പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ. അരയ്ക്ക് സത്യം കെട്ടണം, കവചം സ്തോത്രം നീതിക്കായിട്ട് കെട്ടണം, ചെരുപ്പ് സുവിശേഷത്തിനായിട്ട്, പരിച അത് വിശ്വാസം. എന്തൊരു പ്രതികൂലം വന്നാലും ദുഷ്ടന്റെ തീയമ്പ് നമുക്ക് നേരെ കടന്നു വരുമ്പോൾ സ്തോത്രം, അവൻ തീയമ്പുകൾ എയ്യുമ്പോൾ സ്തോത്രം, അതിനെ തടുത്തു നിർത്താൻ ഈ വിശ്വാസം എന്നുള്ള പരിച നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. സ്തോത്രം. എന്നിട്ട് പറയാണ്, രക്ഷ എന്ന ശിരസ്ത്രവും നമ്മൾ എന്ത് ചെയ്യണം? ധരിക്കണം. അപ്പൊ ഇതൊക്കെ ഈ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിൽ സ്തോത്രം, അടുത്തൊരു ആയുധം കൂടെ നീ എടുക്കണം. ആ ആയുധം സ്തോത്രം വചനമെന്ന ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റേതെല്ലാം നിന്നെ സംരക്ഷിക്കാനാണെങ്കിൽ സ്തോത്രം, നിനക്ക് പരിക്ക് പറ്റാതിരിക്കാനാണെങ്കിൽ സ്തോത്രം, ഈ വാളെന്ന് പറയുന്നത്, ദൈവവചനമെന്ന് പറയുന്നത് സ്തോത്രം, അതങ്ങോട്ട് ഫൈറ്റ് ചെയ്യാനുള്ളതാ. നിനക്കെതിരെ വരുന്നതിനെ സ്തോത്രം ഈ വചനം കൊണ്ട് നേരിടാൻ, വചനം കൊണ്ട് വെട്ടുവാൻ തമ്പുരാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആയുധമാണ് സ്തോത്രം നാം കൊണ്ടു നടക്കുന്ന വിശുദ്ധ വചനം. ദൈവത്തിന് സ്തോത്രം. അതിനെപ്പറ്റി എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്തോത്രം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. ഒന്ന് വായിച്ചേ സ്തോത്രം, അതൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ? ആ ആ ആ ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത ഒരൊറ്റ വാക്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ജീവനുണ്ട്, അതിന് ചൈതന്യമുണ്ട്. സ്തോത്രം. ഇരുവായത്തിലുള്ള വാളാണ്. ഏത് വാളിനേക്കാളും അതിനെന്തുണ്ട്? മൂർച്ചയുണ്ട്. സ്തോത്രം. ഇനി പ്രാണനായിക്കോട്ടെ, ആത്മാവായിക്കോട്ടെ, സന്ധിപഞ്ചകളായിക്കോട്ടെ, ഇതിനകത്തേക്കെല്ലാം ഇതെന്ത് ചെയ്യാണ്? തുളച്ച് ചെല്ലുകയാണ്. അടുത്തൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട് സ്തോത്രം, നിന്റെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും അതെന്ത് ചെയ്യും? വിവേചിക്കും. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത നീ നിന്റെ ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്നതായ ചില ചിന്തനങ്ങൾ, ചില ഭാവങ്ങൾ സ്തോത്രം, അതിനെയും വിവേചിക്കാൻ കഴിവുള്ളതാണ് ദൈവവചനമെന്ന ആയുധം. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ സ്തോത്രം, നാം വായിച്ചു വെച്ച കൊരിന്ത്യർ ലേഖനത്തിലേക്ക് തന്നെ വരാം. സ്തോത്രം. അവിടെ പറയുകയാണ് സ്തോത്രം, ഞങ്ങളുടെ സ്തോത്രം പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. അപ്പൊ നമ്മുടെ ആയുധങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ സ്തോത്രം, അതെല്ലാം ആത്മീയമാണ്. ഹലോ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആയുധങ്ങൾ അത് തോക്കല്ല, അത് വാളല്ല, അത് പിച്ചാത്തിയല്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, മറിച്ച് എന്തൊക്കെയാണ്? അത് വിശ്വാസമാണ്. സ്തോത്രം. അത് ദൈവവചനമാണ്. നമ്മുടെ ആയുധം എന്ന് പറയുന്നത് ആത്മീകമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇതിൽ വെച്ചുകൊണ്ട് വേണം നീ എതിരാളിയോട് യുദ്ധം ചെയ്യാൻ. സ്തോത്രം. ഇതുകൊണ്ട് വേണം നീ എന്ത് ചെയ്യാൻ? ഫൈറ്റ് ചെയ്യാൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ആ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നത് സ്തോത്രം, ആയുധങ്ങളോ ജഡീകങ്ങളല്ല, പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഞങ്ങളുടെ ആയുധങ്ങൾക്ക് കോട്ടകളെ ഇടിപ്പാൻ എന്നുണ്ട് ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം എരിഹോ കോട്ട എന്ന് പറയുന്ന വലിയ കോട്ട. സ്തോത്രം. ഇന്നത്തെ കാലത്ത് അതുപോലൊരു കോട്ട തകർത്തിടണമെങ്കിൽ സ്തോത്രം സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. ബോംബ് വെച്ച് എന്ത് ചെയ്യാം? പൊട്ടിക്കാം. അല്ലെങ്കിൽ JCB ഒരു 10 വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ എന്ത് ചെയ്യാം? തല്ലിപ്പൊളിച്ച് താഴെയിടാം. സ്തോത്രം. പക്ഷേ എരിഹോ കോട്ട ഇങ്ങനെയൊന്നും അല്ല എന്ത് ചെയ്തത്? തകർന്നു വീണത്. ദൈവത്തിന് സ്തോത്രം. ജഡീകമായ ഒരു കാര്യവും അത് തകർന്നു വീഴുന്നതിന് അവർ ഉപയോഗിച്ചില്ല. സ്തോത്രം. യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാ പറയുന്നത്. സ്തോത്രം. 11-ാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. സ്തോത്രം.
വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതിൽ എന്ത് ചെയ്തു? ഇടിഞ്ഞു വീണു. സ്തോത്രം. ജഡീകമായ ഒരായുധവും അത് ഇടിച്ചു വീഴ്ത്തുന്നതിന്, അത് ഇടിഞ്ഞു വീഴുന്നതിന് അവരുപയോഗിച്ചില്ല. ആ കോട്ട തകർന്നു വീഴാൻ ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ അതിന് ചുറ്റും അവരൊന്ന് നടന്നു കഴിഞ്ഞപ്പോൾ ആ കോട്ട സ്തോത്രം ജഡീകമായിട്ടുള്ള ഒരായുധവും പ്രയോഗിക്കാതെ അത് തകർന്നു വീണെങ്കിൽ സ്തോത്രം. എത്ര പേർക്ക് അതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാകുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മനസ്സിനകത്ത്, ചിന്തകൾക്കകത്ത് നാം ജഡീകമായ ചില കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അത് നിലംപരിശാകത്തുള്ളൂ, ആ കോട്ട തകരത്തുള്ളൂ, അല്ലെങ്കിൽ അത് സാധ്യമാകത്തുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ല, സ്തോത്രം, അതിനപ്പുറമായി ആത്മീകമായ ആയുധം കൊണ്ട് ജഡീകമാകുന്ന കോട്ടകളെ ഇടിക്കാൻ കഴിയുന്ന ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന എത്ര പേര് ഇതിന്റെ നടുവിലുണ്ട്? ദൈവത്തിന് സ്തോത്രം. നീ അങ്ങനെ പോരാടണ്ട, നീ അങ്ങനെ വാദിക്കണ്ട. നീ പ്രാർത്ഥനാ മുറിക്കകത്തേക്കൊന്ന് കയറ്. വിശ്വാസത്താൽ നീ ഒന്ന് കണ്ണുകളടയ്ക്ക്, മുട്ടുമടക്ക്. ദൈവത്തിന് സ്തോത്രം. നീ പോലും അറിയാതെ നിന്റെ ആർപ്പിനകത്ത്, നിന്റെ സ്തുതിക്കകത്ത് ചില കോട്ടകൾ തകർന്നു വീഴുന്നത് നിനക്ക് കാണുവാനായിട്ട് കഴിയും. അതേ സ്തോത്രം. നമ്മുടെ ആയുധങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതത്രേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ നടന്ന സംഭവം നമുക്കറിയാം. ഇവിടെ പറയുകയാണ്, വിശ്വാസത്താൽ അവരെന്ത് ചെയ്തു? 7 ദിവസം നടന്നു. സ്തോത്രം. 6 ദിവസവും ഓരോ പ്രാവശ്യം വെച്ച് നടന്നു. 7-ാം ദിവസം മാത്രം 7 ദിവസം നടന്നു. സ്തോത്രം. യോശുവയ്ക്ക് ദൈവത്തിന് നിർദ്ദേശം കൊടുത്തു. സ്തോത്രം. ജനം ആർപ്പിടണം. സ്തോത്രം. പുരോഹിതന്മാർ കാഹളമൂതണം. സ്തോത്രം. ഈ ജനമാർപ്പിട്ടാൽ, പുരോഹിതന്മാർ കാഹളമൂതിയാൽ, സ്തോത്രം, ഈ ഇഷ്ടിക കൊണ്ടും കല്ലുകൊണ്ടും അടച്ചുറപ്പാക്കിയിരിക്കുന്ന ഈ കോട്ടമതിൽ എങ്ങനെ തകർന്നു വീഴുമെന്ന സ്തോത്രം. പക്ഷേ അവരുടെ ഉള്ളിൽ വ്യാപരിച്ച ഒരു വിശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യുക്തിയും വിശ്വാസവും ഒരുപോലെ ചേർന്ന് പോകത്തില്ല. യുക്തിക്കപ്പുറമാണ് വിശ്വാസം എന്ന് പറയുന്നത്. നോക്കിക്കേ, സ്തോത്രം. ചോദ്യം ചെയ്യാതെ അവർ 7 ദിവസവും വിശ്വാസത്താൽ അത് ചുറ്റി നടന്നു. തക്ക സമയമായപ്പോൾ ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തപ്പോൾ, സ്തോത്രം, ഇതുവരെ ഉലകത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു. അവരുടെ മുൻപാകെ ആ യെരിഹോ കോട്ട ഇടിഞ്ഞ് തകർന്ന് താഴേക്ക് പോയി. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം, ഇത് അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് അത്ഭുതമാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതുപോലെ കോട്ടകൾ ഇടിച്ച് പൊളിച്ച് താഴെയിടാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം, ദൈവകൃപയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. യെരിഹോ കോട്ടയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിന്റെ മുകളിൽ കൂടെ, സ്തോത്രം, രഥങ്ങൾ സഞ്ചരിക്കുമായിരുന്നു. സ്തോത്രം. അതിന്റെ മുകളിൽ വീടുകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, സ്തോത്രം, 6 അടി വീതിയുള്ള ഒരു മതിലല്ല ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണത്. സ്തോത്രം. 2 അടി. നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കൂടിപ്പോയ നമ്മൾ കാണുന്നത് 1 അടി അല്ലെ 2 അടിയുള്ള മതിലുകളാണ്. സ്തോത്രം, അല്ലേ? പക്ഷേ ഒരു രഥം സഞ്ചരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പറ്റുന്ന കോട്ടമതിലിനെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ ബലകരമായി നിന്നത്, സ്തോത്രം, ദൈവജനത്തിന്റെ ആത്മീക ആയുധത്തിന്റെ മുമ്പിൽ അത് കീഴടങ്ങിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി എത്ര വലുതാണെന്നറിയാമോ? നമ്മുടെ ആയുധങ്ങൾക്ക് എത്രമാത്രം പവർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാ തിരുവചനം പറയുന്നത്, പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. സ്തോത്രം. പക്ഷേ ഞങ്ങളുടെ ആയുധങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിന് കോട്ടകളെ എന്ത് ചെയ്യാൻ പറ്റും? ഇടിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ആത്മീയപരമായിട്ടുള്ള ആയുധങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ കഴിയും. സ്തോത്രം. നമുക്കറിയാം, ഈ ഗിദയോൻ എന്ന് പറയുന്ന ഭീരുവായിരുന്ന ഒരു വ്യക്തി, സ്തോത്രം, അദ്ദേഹത്തെ ദൈവം നോക്കിയിട്ട് പരാക്രമശാലി എന്ന് എന്ത് ചെയ്തു? വിളിച്ചു. സ്തോത്രം. ഒരിക്കൽ മിദ്യാന്യരുമായിട്ടൊരു യുദ്ധം നടക്കുകയാണ്. മിദ്യാന്യരുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ, സ്തോത്രം, ഈ 300 പേരുള്ള 3 കൂട്ടത്തെ എന്ത് ചെയ്തു? ആക്കി. അവർക്ക് കാഹളം കൊടുക്കുന്നു, കയ്യിലൊരു പന്തം കൊടുക്കുന്നു, ഒരു കുടവ് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, വാളല്ല കൊടുത്തത്. വാളല്ല കൊടുത്തത്. സ്തോത്രം. എന്താ കൊടുത്തത്? ഒരു കുന്തം കൊടുത്തു, ഒരു കാഹളം കൊടുത്തു, ഒരു കുടവും കൊടുത്തു. സ്തോത്രം. ഇവര് നേരെ, സ്തോത്രം, ഈ ഗിദയോൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്
ശത്രുപാളയത്തിനടുക്കിലേക്ക് ചെന്നിട്ട് സ്തോത്രം ഇവരെ സ്തോത്രം ആർപ്പിടാൻ തുടങ്ങി. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറഞ്ഞ് ഇവരെ ആർപ്പിട്ടിട്ട് കാഹളമൂതി സ്തോത്രം ആ കുടമിട്ട് എന്ത് ചെയ്തു? ഉടച്ചു. ദൈവത്തിന് സ്തോത്രം. ആ തീപ്പന്തം എന്ത് ചെയ്തു? അവർ കത്തിച്ചു. സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? ശത്രുക്കൾ പരസ്പരം വെട്ടി മരിക്കുന്നതിന് എന്ത് ചെയ്തു? ഇടയായി മാറി. ദൈവത്തിന് സ്തോത്രം. അവരെ അവിടെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അവർ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവരൊന്ന് ആർപ്പിട്ടു. ദൈവത്തിന് സ്തോത്രം. അവർ പരസ്പരം ദൈവത്തിന് വേണ്ടി ഒന്ന് എന്ത് ചെയ്തു? ദൈവത്തിന്റെ സന്നിധിയിൽ യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഒന്ന് ആർപ്പിട്ടു. നോക്കിക്കേ സ്തോത്രം. ജഡീകമായിട്ടുള്ള ഒരായുധങ്ങളും പ്രയോഗിക്കാതെ അവർ ആ യുദ്ധത്തിൽ എന്ത് ചെയ്തു? വിജയിച്ചു വന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം സ്തോത്രം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുധങ്ങൾ അതിന്റെ ശക്തി നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. സ്തോത്രം. മല്ലനായ ഗോലിയാത്ത് 40 ദിവസം നിന്നുകൊണ്ട് ഇസ്രായേൽ നിരകളെ എന്ത് ചെയ്യാണ്? വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ശൗലിനും സ്തോത്രം യോബാബ് തുടങ്ങിയുള്ള ആൾക്കാർക്കൊന്നും ആ പരിസരത്തോട്ട് അടുക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു ഇടയച്ചൊരുക്കൻ സ്തോത്രം കടന്നു വരുന്നത്. അവൻ പറയുകയാണ്, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിനക്ക് നേരെ എന്ത് ചെയ്യാണ്? വരികയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എത്ര പേർക്ക് അതിൻ്റെ ആഴം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? അവൻ്റെ ഉള്ളിൽ വ്യാപരിച്ച ശക്തി എന്താണെന്ന് അറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ മുന്നോട്ട് പോയാൽ സ്തോത്രം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വലിയ മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം ഈ പോരാളി നിലംപരിചാകുമെന്ന് അവൻ വിശ്വസിച്ചെങ്കിൽ ദൈവത്തിന് സ്തോത്രം അവൻ്റെ പൊക്കണത്തിൽ കിടന്ന ആ കല്ലിൻ്റെ ബലമല്ലത്. ദൈവത്തിന് സ്തോത്രം. അവൻ ഏത് നാമത്തിൽ ആശ്രയിച്ചു വന്നോ, ഏത് നാമത്തിൽ മുന്നോട്ട് വന്നോ, അവൻ ആശ്രയിച്ച ആത്മീയ ആയുധം സ്തോത്രം അവനെ രക്ഷിച്ചെടുത്തെങ്കിൽ, ഒരു രാജ്യത്തെ മുഴുവൻ രക്ഷിച്ചെടുത്തെങ്കിൽ, ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മീയ ആയുധങ്ങളുടെ ശക്തി വലുതാണ്. സ്തോത്രം. അതിന് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ മതി മതി മതി. സ്തോത്രം. 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സ്തോത്രം, ഞാൻ സ്തോത്രം ഈ ഒരു വാക്യം എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ചിന്തിപ്പിച്ചു. സ്തോത്രം. എന്നെ വളരെ ആവേശം കൊള്ളിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഈ ആത്മീകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് സ്തോത്രം ഈ പല കാര്യങ്ങളെ നമ്മൾ തച്ചുടയ്ക്കുമ്പോൾ തന്നെ സ്തോത്രം നമ്മൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് നമ്മുടെ ശത്രു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് നമ്മുടെ ശത്രു. സ്തോത്രം. നമ്മുടെ മുമ്പിൽ ഈ സാത്താൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്. പണ്ട് സ്തോത്രം എൻ്റെ ചെറുപ്പകാലത്ത് ഈ ഉണ്ണീടയുടെ TV ഉണ്ടായിരുന്നു. ആ ഉണ്ണീടയുടെ TVയിൽ ഒരു മൊട്ടത്തലയൻ ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ട് 2 കൊമ്പൊക്കെ വെച്ചിട്ട് അല്ലേ, ഒരു വാലും. സ്തോത്രം. അപ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം രാത്രിയിൽ പിശാച് ഇയാളാണെന്നാണ് നമ്മുടെ ഒരു ധാരണ. സ്തോത്രം. എൻ്റെ മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരുടെ എല്ലാം ധാരണ അത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഭീകര സത്വമായിട്ട് 10 കൈയും 10 തലയും ഒക്കെ ആയിട്ട് വരുന്ന ഒരാളാണ് പിശാചെന്നാണ് നമ്മുടെ മുമ്പിലുള്ള ധാരണ. പക്ഷെ ബൈബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ സൗന്ദര്യ സമ്പൂർണനായിരുന്നു. യെഹെസ്കേൽ പ്രവചനവും യെശയ്യാ പ്രവചനവും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ സൗന്ദര്യപൂർണനായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സ്തോത്രം ഈ കളർ കൊണ്ട് ഏറ്റവും മോശമാക്കപ്പെട്ട് വികൃതമാക്കപ്പെട്ട ഒരു രൂപത്തിലൊന്നും അല്ല പിശാച് നമ്മളെ എന്ത് ചെയ്യുന്നത്, ബാധിക്കാൻ വരുന്നത്. സ്തോത്രം. ചെറുപ്പക്കാരന് മുമ്പിൽ ഏറ്റവും സുന്ദരിയായൊരു യുവതിയായിട്ട് അവൻ വരും. സ്തോത്രം. നേരെ തിരിച്ചൊരു യുവതിയുടെ മുമ്പിൽ ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരനായിട്ട് എന്ത് ചെയ്യും, വരും. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് പിശാച് ഇങ്ങനെയാ വരുന്നത്. അല്ലാതെ ഈ 10 കൈയും 10 തലയും കൊണ്ട് വന്നാൽ നമ്മൾ അപ്പോഴേ പിശാച് എന്ന് പറയത്തില്ലേ, നമുക്ക് മനസ്സിലാകും. സ്തോത്രം. പക്ഷേ ഇങ്ങനെയൊന്നും അല്ല പിശാച് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ സ്തോത്രം, നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല പലപ്പോഴും നമ്മുടെ ശത്രുക്കളായിട്ട് മാറുന്നത്. സ്തോത്രം. നമ്മൾ ചിന്തിക്കാത്ത സ്തോത്രം, നമ്മൾ അറിയാത്ത പലതുമാണ് നമ്മുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത്, നമ്മുടെ ശത്രുക്കളായിട്ട് മാറുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് സ്തോത്രം കോട്ടകളെ ഇടിപ്പാൻ എന്ത് ചെയ്യും, കഴിയും. സ്തോത്രം. അപ്പോൾ തന്നെ സ്തോത്രം അടുത്ത വാക്യത്തിൽ പറയുന്നു, ചിലതിനെ ഇടിച്ചു കളഞ്ഞു,
ചിലതിനെ പിടിച്ചു കളഞ്ഞു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, 2 പദം അവിടെ കിടപ്പുണ്ട്. ഇടിച്ചു കളഞ്ഞതും പിടിച്ചടക്കി എന്നുള്ള പദവും. സ്തോത്രം. 5-ാമത്തെ വാക്യത്തിൽ. സ്തോത്രം. ഇടിച്ചു കളഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് സ്തോത്രം 5-ാമത്തെ വാക്യത്തിന്റെ തുടക്കത്തിലുണ്ട്. എന്താണ്? അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, സ്തോത്രം. നമ്മൾ പഴയ നിയമത്തിൽ കണ്ടു, ചില വ്യക്തികൾ താഴെ പോകുന്നു, കോട്ട മതിൽ താഴെ പോകുന്നു, യുദ്ധം ഉണ്ടായി വിജയിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, സ്തോത്രം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ സ്തോത്രം പോരിന്റെ ആയുധങ്ങളായ ആത്മീയ ആയുധങ്ങൾ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, വിശ്വാസം കൊണ്ട്, സ്തുതി കൊണ്ട്, സ്തോത്രം കൊണ്ട്, സ്തോത്രം, ഇടിച്ചു കളഞ്ഞ 2 കാര്യങ്ങളെ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുക. അതിലൊന്ന് സങ്കല്പങ്ങൾ. സ്തോത്രം. സങ്കല്പങ്ങൾ. 2 സ്തോത്രം ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്തോത്രം. സങ്കല്പങ്ങളെ ഇടിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ച എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. സ്തോത്രം. എന്താ സങ്കല്പങ്ങൾ? സ്തോത്രം. എന്താ ഉയർച്ചകൾ? അടുത്തൊരു പദം കൂടെ അവിടെ ഉണ്ട്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് എന്ത് ചെയ്തു? പിടിച്ചടക്കി, അതിനെ അമർച്ച ചെയ്തു. സ്തോത്രം. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. 1 സങ്കല്പങ്ങൾ, 2 ദൈവത്തിന് പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ച, 3 ഏതു വിചാരവും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ യെരിഹോ കോട്ടയല്ല നമുക്ക് പ്രശ്നം. ഈ കാലഘട്ടത്തിൽ സ്തോത്രം ഗോലിയാത്തല്ല നമ്മുടെ പ്രശ്നം. ഈ കാലഘട്ടത്തിൽ മിഥ്യാന്യ ശക്തികളല്ല നമ്മുടെ പ്രശ്നം. ദൈവമക്കളെ, സഭയ്ക്കകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, സ്തോത്രം, ഇത് സഭയ്ക്കെഴുതിയ ദൂതായതുകൊണ്ട് സഭയിലുള്ള പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. നിന്റെ മുമ്പിൽ നീ അറിയാതെ നിൽക്കുന്ന ശത്രു ആരാണെന്നറിയാമോ? നിന്റെ ചില സങ്കല്പങ്ങൾ, നിന്റെ ചില വിചാരങ്ങൾ. സ്തോത്രം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന ചില ധാരണകൾ. സ്തോത്രം. ഇതെല്ലാമാണ് നിന്റെ മുമ്പിൽ നീ അറിയാതെ നിൽക്കുന്ന ചില ശത്രുക്കൾ. സ്തോത്രം. ഞാനതൊന്ന് വിശദീകരിക്കാം. സ്തോത്രം. നമ്മൾ പനിക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. കാലിന് വേദന, തലവേദന, ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. സ്തോത്രം. ഒരു ക്യാൻസർ വന്നു, അല്ലെങ്കിൽ മേജറായിട്ടൊരു സർജറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി എന്ത് ചെയ്യും? ഒന്ന് മാറും. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ, കീമോ എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ നീ കൃപ ചെയ്യണം. ആ സർജറി ചെയ്യുന്ന ഡോക്ടറോട് കൂടെ ഇരിക്കണം. ആ നേഴ്സുമാരെ എല്ലാം കർത്താവ് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. നമ്മൾ അവരുടെ കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യും? അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിനകത്തേതൊരു ധാരണ, ഒരു സങ്കല്പം കയറി കടന്നുപോയി. പനി മാറും, തലവേദന മാറും, പക്ഷേ ഈ സർജറിയുടെ വിഷയമൊന്നും എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല. ഈ ക്യാൻസർ കീമോ ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ? മാറത്തുള്ളൂ. അപ്പൊ ഈ ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു? നമ്മൾ അറിയാതെ വന്നു. ഈ ഒരു വിചാരം എന്ത് ചെയ്തു? വന്നു. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഇതെന്ത് ചെയ്തു? ഉയർന്നു നിന്നു. സ്തോത്രം. ഇതിനെ നമുക്ക് ഇടിച്ചു കളയാൻ കഴിയുന്നില്ല. ഇതിനെ നമുക്ക് പിടിച്ചടക്കാനായിട്ട് എന്ത് ചെയ്യുന്നില്ല? പറ്റുന്നില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കോട്ട. ഞാൻ പറയുന്നതിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അല്ലാതെ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഗോലിയാത്തൊന്നും നമുക്കൊരു വിഷയമേ അല്ല, യെരിഹോ കോട്ടയൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ഇന്ന് നമ്മൾ അറിയാതെ നമ്മുടെ മുമ്പിൽ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന കോട്ട എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്താധാരകളുമാണെങ്കിൽ, സ്തോത്രം, ഇന്ന് പകലിൽ അതാണ് ഇടിച്ചു പൊളിച്ച് കളയേണ്ടത്. അതിനെയാണ് പിടിച്ചടക്കേണ്ടത്. ദൈവത്തിനു സ്തോത്രം. അതുകൊണ്ട് ആ തിരുവചനം ആ ഭാഗം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ പഴയ നിയമത്തിലെ ഒരു സംഭവം നിങ്ങളുടെ മുൻപാകെ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. നമുക്ക് വായിക്കാം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 9 തുടങ്ങിയുള്ള വേദവാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 9 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ. ആ
അടുത്ത വാക്യം. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അടുത്ത വാക്യം. സ്ഥലത്തിന് മീതെ ആട്ടി എന്ന് ഞാൻ എന്ത് ചെയ്തു? വിചാരിച്ചു. സ്തോത്രം. നമുക്കതിന്റെ ചരിത്രം അറിയാം. ഈ നയമാന്റെ വീട്ടില് സ്തോത്രം ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി. സ്തോത്രം. നമ്മുടെ കൂട്ടുള്ള മനസ്സുള്ള ഒരാളല്ല ആ പെൺകുട്ടി. നമ്മളാണെ പറയും, എന്നെ പിടിച്ചു കൊണ്ടുവന്ന ഇവൻ ഇത് തന്നെ വരണം, ഇവൻ കുഷ്ഠം അടിച്ചെന്ത് ചെയ്യണം, ഇവൻ നശിക്കണം, ഇവൻ മുടിയണമെന്ന് എന്ത് ചെയ്യും പറയും. പക്ഷെ ഈ പെൺകുട്ടി മാനസാന്തരപ്പെട്ട നല്ലൊരു പെൺകുട്ടിയാണ്. ഇവള് പറയാണ്, ഈ മനുഷ്യന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കണ്ടപ്പോൾ ഇവള് പറയാ, ആ ഇസ്രായേലിലേക്കൊന്ന് പോയിരുന്നെങ്കിൽ അവിടെ ഒരു പ്രവാചകനുണ്ട്, അവിടെ ഒന്ന് പോയിരുന്നെങ്കിൽ ഈ കുഷ്ഠമൊക്കെ എന്ത് ചെയ്തേനെ, മാറിയേനെ, ആ പ്രവാചകൻ പ്രാർത്ഥിച്ചേനെ. അങ്ങനെ പറഞ്ഞ സ്തോത്രം. അവളുടെ വാക്ക് കേട്ട് അനുസരിച്ച് ഈ മനുഷ്യൻ എന്ത് ചെയ്യാണ്? വസ്ത്രങ്ങളും പൊന്നും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന സ്തോത്രം. ഇദ്ദേഹം നേരെ എലീശ പ്രവാചകനെ കാണാനായിട്ട് പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോഴെല്ലാം ഈ മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകളാണ് അവിടെ എഴുതിച്ചിരിക്കുന്നത്. സ്തോത്രം. ഈ മനുഷ്യന്റെ ഉള്ളിലെ കാര്യം ഇതാണ്. സ്തോത്രം. അവൻ പുറത്തു വരും. ആര്? എലീശ പുറത്തു വരും. കാരണം അരാം എന്ന് പറയുന്ന രാജ്യത്തിലെ സൈന്യാധിപനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത്. കുഷ്ഠരോഗിയാണെങ്കിലും വലിയ പൊസിഷനിലിരിക്കുന്ന ആളാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ എന്നെ കാണുമ്പോൾ ഈ പ്രവാചകൻ എന്ത് ചെയ്യും? പുറത്തു വരും. വീടിന്റെ പുറത്ത് വന്നിട്ട്, ഹലോ നയമാനല്ലേ, സുഖമായിട്ടിരിക്കുന്നു, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും എന്നുള്ളൊരു ധാരണ ഈ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുക. ഒരു സങ്കല്പം, ഒരു വിചാരം. സ്തോത്രം. ഈ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുക. എന്നിട്ട് പറയാണ്, അവൻ തന്നെ പുറത്ത് വന്നിട്ട്, ഇതേം ചിന്തിക്കുകയാണ്. അവൻ ഇങ്ങോട്ട് പുറത്ത് വന്ന് നയമാനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്? യഹോവയുടെ നാമത്തെ എന്ത് ചെയ്യും? വിളിക്കും. വിളിച്ചെന്ത് ചെയ്യും? അപേക്ഷിക്കും. എന്നിട്ട് ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന എന്ത് ചെയ്തു? വിചാരിച്ചു. അപ്പൊ ഈ വിചാരം കൊണ്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത്? ഈ വരുന്നത്. പക്ഷെ ഈ പ്രവാചകൻ ഇരുന്നെടുത്തൊന്നും അനങ്ങിയില്ല. ഒരാളെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, അവൻ്റെ അടുത്ത് പറ, അവൻ ആ യോർദാനി മുങ്ങിയിട്ട് 7 പ്രാവശ്യം മുങ്ങിയാൽ മതി, അവൻ സൗഖ്യം. എന്നിട്ട് അതുവഴി എന്ത് ചെയ്യണം? പൊക്കോളാൻ പറഞ്ഞു. ഈ മനുഷ്യന് ഭയങ്കര ദേഷ്യം വന്നു അവിടെ. കാരണം ഇദ്ദേഹത്തിന്റെ സങ്കല്പത്തിന് വിപരീതമായി, ഇദ്ദേഹം ചിന്തിച്ചു വെച്ചതിന് വിപരീതമായിട്ടൊരു കാര്യം എന്ത് ചെയ്യുക? അവിടെ നടക്കുക. ഇവന് സൗഖ്യം വരുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നേ. പക്ഷെ ആ സൗഖ്യത്തിന് തടസ്സം സൃഷ്ടിച്ചത് എന്താണെന്നറിയാമോ? അവന്റെ സങ്കല്പം, അവന്റെ വിചാരം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലും പലതും നടക്കാത്തതിൻ്റെ ഒരു കാരണം ഇതാ. നമുക്ക് കുറേ സങ്കല്പങ്ങളുണ്ട്. വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ചില മുന്നോട്ട് വീണ പ്രശ്നം, പുറകോട്ട് വീണ പ്രശ്നം, കാല് പൊങ്ങിയ പ്രശ്നം, കാല് താന്ന പ്രശ്നം, ഇങ്ങനെയൊക്കെ പല ധാരണകൾ നമ്മുടെ മുമ്പിൽ കിടക്കുക. സ്തോത്രം. എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് രസം തോന്നിയൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഇത് പ്രവാചകൻ പറഞ്ഞു. ഇതിന് നയമാന് ദേഷ്യം വരേണ്ട വല്ല കാര്യമുണ്ടോ? നയമാൻ ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചിലത് സങ്കല്പിച്ചിട്ടുണ്ട്, ഞാൻ ചിലത് വിചാരിച്ചിട്ടുണ്ട്, അതുപോലെ എന്ത് ചെയ്തില്ല? നടന്നില്ല. സ്തോത്രം. അപ്പൊ നടക്കാതിരിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ വിചാരിച്ചതുപോലെ നടക്കാത്തത് കൊണ്ട് എനിക്ക് ആ സൗഖ്യം വേണ്ട എന്ന് എന്ത് ചെയ്യുക? അദ്ദേഹം തീരുമാനം എടുക്കുക. അപ്പോഴാണ് സ്തോത്രം ഈ കൂട്ടത്തിലൊരു ഭൃത്യം വന്നിട്ട് പറയുന്നത്, പിതാവേ, 13-ാമത്തെ വാക്യത്തിൽ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവന്റെ വിടുതൽ നഷ്ടമായി പോകാമായിരുന്നു. എന്ത് കാരണത്താൽ? അവന്റെ ഉള്ളിലെ സങ്കല്പം കൊണ്ട്, അവന്റെ ഉള്ളിലെ വിചാരം കൊണ്ട് അവന്റെ വിടുതൽ, നാളുകളായിട്ട് അവൻ അനുഭവിക്കുന്ന കുഷ്ഠം, വിട്ടുമാറാത്ത കുഷ്ഠം, ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ മാറിപ്പോകാൻ പ്രയാസമായിരിക്കുന്ന കുഷ്ഠം അവനെ വിട്ടുമാറാതെ ഇരിക്കാമായിരുന്നു. എന്ത് കാരണത്താൽ? അവൻ്റെ സങ്കല്പം കൊണ്ട്, അവൻ്റെ ചില വിചാരങ്ങൾ കൊണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അടുത്ത് നിന്ന വ്യക്തി ബുദ്ധിപൂർവം ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ, സ്തോത്രം, ഈ മനുഷ്യൻ സ്തോത്രം തൻ്റെ വിചാരങ്ങളെ ഇടിച്ചു കളഞ്ഞിട്ട്, തൻ്റെ സങ്കല്പങ്ങളെ മാറ്റിവെച്ചിട്ട്, സ്തോത്രം, നോക്കിക്കേ, യോർദാനിലേക്ക് പോയിട്ട് 7 പ്രാവശ്യം മുങ്ങി. ഓരോ പ്രാവശ്യവും മുങ്ങി
മാറ്റമില്ല. പക്ഷെ 7-ാമത്തെ പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയപ്പോൾ സ്തോത്രം അവൻ്റെ ശരീരത്തിനകത്തൊരു വ്യത്യാസം വന്നു. ഓരോ പ്രാവശ്യം അവൻ മുങ്ങിപ്പൊങ്ങുമ്പോഴും ഞാൻ ഇങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം, അവൻ്റെ സങ്കല്പങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകുകയായിരുന്നു, അവൻ്റെ വിചാരങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകുകയായിരുന്നു, അവൻ അതിനെല്ലാം പിടിച്ചടക്കുകയായിരുന്നു. 7-ാമത്തെ പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിനകത്ത് സമൂലമായൊരു വ്യത്യാസം വന്നു, ഒരു മാറ്റം വന്നു. അവന് സൗഖ്യം വന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്ര പേര് ഇതിന് നടുവിൽ ആത്മീയ ദൂതിനെ കയറി ഒന്ന് പിടിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു വരുന്നത്, നിന്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് എന്താണെന്നറിയാമോ? നിന്റെ ചില സങ്കല്പങ്ങളുണ്ട്, നിന്റെ ചില വിചാരങ്ങളുണ്ട്. നീ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാവോ, ദൈവം പ്രവർത്തിക്കാവോ? നീ അടിവരയിട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നു പകൽ അത് പൊളിഞ്ഞാൽ, അതിനെ നീ ഇടിച്ചു കളഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, അതിനെ നീ പിടിച്ചെടുത്താൽ, ദൈവത്തിന് സ്തോത്രം, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. അവിടെ ഒരു അനന്യാസുമായിട്ട് ദൈവത്തിന്റെ സംഭാഷണം നടക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം അതിന്റെ 11 തുടങ്ങി നമുക്കൊന്ന് വായിക്കാം. അവൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അതിന് അനന്യാസ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, അതിന് അനന്യാസ് നോക്കിക്കേ സ്തോത്രം. അതിന് അനന്യാസ് ആരാ വന്ന് പറയുന്നത്? ദൈവം തന്നെ വന്നിട്ട് അനന്യാസ് എന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായി, വളരെ സ്പഷ്ടമായിട്ട് എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. സ്തോത്രം. ഇപ്പോൾ ശൗൽ എന്ത് ചെയ്യാണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവനൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. അനന്യാസ് എന്ന് പറയുന്ന പുരുഷൻ അവൻ്റെ തലയിൽ ചെന്ന് കൈവെക്കും, അവന് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊരു കാഴ്ച, ദർശനം വരെ അവൻ കണ്ടിട്ടിരിക്കുകയാണെന്ന് വളരെ കൃത്യമായി, വളരെ സ്പഷ്ടമായി അനന്യാസിനോട് പറയുമ്പോൾ സ്തോത്രം, അനന്യാസിന്റെ മറുപടിയാണ് സ്തോത്രം അടുത്ത വാക്യത്തിൽ നമ്മൾ കണ്ടത്. ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഈ പൗലോസിനെ പറ്റി അനന്യാസിന്റെ ഹൃദയത്തിനകത്ത് ചില വിചാരങ്ങളുണ്ട്, ചില ധാരണകളുണ്ട്, ചില സങ്കല്പങ്ങളുണ്ട്. സ്തോത്രം. ദൈവം പറയാണ്, അനന്യാസേ, നീ പറയുന്നത് പോലെയോ നീ വിചാരിക്കുന്നത് പോലെയോ അല്ല. സ്തോത്രം. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അനന്യാസിന്റെ ഹൃദയത്തിനകത്തെ സങ്കല്പത്തെ ഇടിച്ചു കളയുക, ആ വിചാരങ്ങളെ ഇടിച്ചു കളഞ്ഞിട്ട് ദൈവം അവനോട് പറയുകയാണ്, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ പോക. ഹലോ സ്തോത്രം. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവ് അവനോട് പറയുകയാണ്, നീ പോക. നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. സ്തോത്രം. ഞാൻ നിന്നോട് പറയുന്നത് നീ എന്ത് ചെയ്യേ? ശ്രദ്ധിക്ക്, നീ പോക. സ്തോത്രം. എന്നിട്ട് പറയാണ്, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം. അനന്യാസേ, നീ അവനെ പറ്റി ചിന്തിച്ചു വെച്ചത്, നിന്റെ ഹൃദയത്തിനകത്തെ സങ്കല്പം, അവൻ ആളുകളെ ഉപദ്രവിക്കുന്നവനാ. സ്തോത്രം. അവൻ പിടിച്ചു കെട്ടുന്നവനാ, അവൻ അധികാരപത്രം ഉണ്ട് എന്നൊക്കെ സങ്കല്പം കൊണ്ടും വിചാരം കൊണ്ടും നീ ഇരിക്കുമ്പോൾ, നീ വിചാരിക്കുന്നത് പോലെയും നീ സങ്കല്പിക്കുന്നത് പോലെയും അല്ല കാര്യം. അനന്യാസിന്റെ ഹൃദയത്തിനകത്തെ ആ വലിയ കോട്ടയെ, സങ്കല്പത്തിന്റെ കോട്ടയെ, വിചാരത്തിന്റെ കോട്ടയെ തമ്പുരാൻ ഇടിച്ചു പൊളിച്ചെന്ത് ചെയ്തു? കളഞ്ഞിട്ട് അവനെ ഒരു പുതിയ നിയോഗത്തിനായിട്ട് അയച്ചെങ്കിൽ എന്താ പ്രിയപ്പെട്ടവരെ പലരും രക്ഷിക്കപ്പെടാത്തത്? എന്താ പ്രിയപ്പെട്ടവരെ പലരും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ മടിക്കുന്നത്? സ്തോത്രം. ദൈവം ആവർത്തിച്ച് നിയോഗം തന്നിട്ടും നിന്റെ ഹൃദയത്തിനകത്തുള്ള ചില ധാരണകൾ, ചില സങ്കല്പങ്ങൾ, ചില മനുഷ്യരെ പറ്റി നീ വിധി എഴുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് പലരുടെയും വിടുതൽ നടക്കാതെ പോകുന്നത്.
ഞാൻ പറയുന്നതിൻ്റെ ആശയം എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന നിയോഗത്തിനനുസരിച്ച്, ദൈവം നമ്മോട് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചലിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ അവൻ പാപിയായിരിക്കാം, കഴിഞ്ഞ കാലങ്ങളിൽ വഴിവിട്ട ബന്ധത്തിലും വഴിവിട്ട ജീവിതത്തിനും അവൻ അടിമപ്പെട്ട് മുന്നോട്ട് പോയിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നതിന് പ്രകാരം, സ്തോത്രം, നീ അതിന് ചെവി കൊടുത്ത് മുന്നോട്ട് പോയി ഒന്ന് സംസാരിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, നിന്റെ ഹൃദയത്തിനകത്തെ ആ സങ്കല്പങ്ങളെ ഒന്ന് ഇടിച്ചു കളഞ്ഞാൽ, ആ വിചാരങ്ങളെ ഒന്ന് മാറ്റിക്കളഞ്ഞാൽ, സ്തോത്രം, അവനും അവളും ദൈവസന്നിധിയിൽ വരുമെങ്കിൽ, സ്തോത്രം, എവിടെയാ നമുക്ക് സമൂലമായ മാറ്റം സംഭവിക്കേണ്ടത്? സ്തോത്രം, അത് നമ്മുടെ ഹൃദയത്തിനകത്താ, അത് നമ്മുടെ ചിന്തകൾക്കകത്താ. ഇന്ന് പകൽ ആ സങ്കല്പങ്ങൾ ഇടിയണം. സ്തോത്രം. ആ വിചാരങ്ങളെ നീ പിടിച്ചടക്കണം. അത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായിട്ടാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇതേ വിഷയത്തിനകത്തൂടെ ഒരു മനുഷ്യനും കൂടെ കടന്നുപോയി പഴയ നിയമത്തിൽ. അത് ഏലിയാവ. സ്തോത്രം. ഏലിയാവ് തകർന്നു പോകാൻ, സ്തോത്രം, അല്ലെങ്കിൽ നിരാശപ്പെട്ട് ഓടിപ്പോകാൻ എന്താ കാരണം? ഇസബേലിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ഭയപ്പെട്ടു. തൻ്റെ ഹൃദയത്തിനകത്തേക്ക് ചില വിചാരങ്ങൾ കടന്നുകൂടി, ചില സങ്കല്പങ്ങൾ കടന്നുകൂടി. എന്താണെന്നറിയാമോ? ഇന്നലെ ഞാൻ വധിച്ച, അല്ലെങ്കിൽ സ്തോത്രം, ഇല്ലായ്മയായി പോയ ആ ബാലിന്റെ പ്രവാചകന്മാരുടെ കൂട്ട്, അശേരയുടെ പ്രവാചകന്മാരുടെ കൂട്ട് എന്നെയും ആക്കി തീർക്കുമെന്ന് ഒരു സ്ത്രീ വെല്ലുവിളിച്ചപ്പോൾ, സ്തോത്രം, തൻ്റെ ഹൃദയത്തിനകത്തൊരു സങ്കല്പത്തിന്റെ കോട്ട പൊങ്ങി വന്നു. ആ കോട്ട ഇതാണ്, സ്തോത്രം, നാളെ അവരിൽ ഒരാളെ പോലെ ഞാനും നശിക്കും എന്നുള്ള കോട്ട ഉയർന്നു പൊങ്ങിയപ്പോൾ അത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങിയതാ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ആഹാബിന്റെ രാജകൊട്ടാരത്തിന് തൊട്ടടുത്ത് 3.5 വർഷക്കാലം ഏലിയാവിനെ ആരോരും അറിയാതെ പോറ്റി പുലർത്തിയ ദൈവത്തെ മറന്നുപോയി. സ്തോത്രം. അതിന് വിപരീതമായി ചില കോട്ടകൾ ഉയർന്നു പൊങ്ങിയപ്പോൾ, സ്തോത്രം, സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? ആ മനുഷ്യൻ ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ദമ്മശേക്ക് വഴിയായി, സ്തോത്രം, ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. പിന്നീട് ദൈവം വന്ന് അവനോട് സംസാരിച്ച് അവനെ ഉറപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ഇടിയേണ്ടതും പൊളിയേണ്ടതും, ദൈവത്തിന് സ്തോത്രം, ശത്രുവിന്റെ തലയൊന്നുമല്ല, നിന്റെ ഹൃദയത്തിനകത്താ ഇന്ന് പകലിൽ ചില പണികൾ നടക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. വിടുതൽ നടക്കേണ്ടത് നിനക്കാണ്, നിന്റെ ഹൃദയത്തിനകത്താണ്, നിന്റെ ചിന്താധാരകൾക്കകത്താണ്. ഇന്ന് പകൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. പിന്നെ എന്താ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ? അത് പ്രാർത്ഥനയാണ്, അത് സ്തുതിയാണ്, അത് ആരാധനയാണ്, അത് വിശ്വാസമാണ്, അത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ആ ആത്മീയ ആയുധങ്ങൾക്ക് മുമ്പിൽ ഒരു കോട്ടയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ നീ ഇടിച്ചു കളയേണ്ടതും നീ പിടിച്ചടക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നിന്റെ സങ്കല്പം, അതിലൊന്ന് നിന്റെ വിചാരങ്ങൾ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് പകൽ അതിനെ ഒന്ന് പിടിച്ചടക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാ. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടച്ചാട്ടെ, ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഒന്ന് പിടിച്ചടക്കാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ എന്ന് ആത്മാവിൽ അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. സ്തോത്രം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആ സങ്കല്പങ്ങൾ ഇന്ന് പകലിൽ ഇടിയണം. ദൈവത്തിന് സ്തോത്രം. നീ ഇങ്ങനെ, സ്തോത്രം, ധരിച്ചു വെച്ചിരിക്കുന്ന ചില ധാരണകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിങ്ങനെ സംഭവിക്കുകയുള്ളൂ. നീ ഒരു നയമാനായിട്ട് മാറരുത്, നീ ഒരു അനന്യാസായിട്ട് മാറരുത്, നീ ഏലിയാവിനെ പോലെ പേടിച്ചോടരുത്. അതിനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ സങ്കല്പങ്ങൾ പൊളിയട്ടെ, അതിനെ ഇടിച്ചു കളവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും ഈ സമയം വ്യാപരിക്കട്ടെ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എല്ലാവരും കരങ്ങൾ അടിച്ച് ചില മിനിറ്റുകൾ ആത്മശക്തി ദൈവകൃപയൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിരു സ്തോത്രം. നാം അറിയാത്തതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശത്രു. നമ്മുടെ ശത്രു മറ്റെങ്ങുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാ, നമ്മുടെ ചിന്തകൾക്കകത്ത് തന്നെയാ. ഇന്ന് പകൽ അതിനെ പിടിച്ചടക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ.